ഈ വിശുദ്ധ ആരാധനയിൽ നിങ്ങളോടൊരുമിച്ച് എനിക്കും കൂടെ വന്ന് സംബന്ധിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് വന്നുചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു സൺ, അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ദൈവവചനം ശുശ്രൂഷിച്ച പാസ്റ്റർ മാത്യു ഇവിടെ വെച്ച് അവിചാരിതമായി കാണുവാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിൽ പല സമയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാനൊക്കെ അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ അവരുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു സഭയിൽ 14 വർഷം ശുശ്രൂഷിച്ചു. ആ സമയത്ത് ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചെങ്ങും വഴി കാണാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊരിടത്ത് പോകണം, അതെവിടാന്ന് എനിക്കറിയത്തുമില്ല. അപ്പോൾ ഒരു വീട്ടിൽ കയറി വഴി ചോദിക്കാം, വീട് കണ്ടു അവിടെ കയറി വഴി ചോദിക്കാം എന്ന് കരുതി ഞാനിങ്ങനെ ആ വീടിൻ്റെ ഏറ്റവും അടുത്ത് ചെന്നപ്പോൾ ആരോ പ്രാർത്ഥിക്കുന്നു, ശക്തമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേരും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കഥകളെല്ലാം അടച്ചിരിക്കുക, ആരും അവിടെ പുറത്തെങ്ങുമില്ല. എൻ്റെ പേരും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞാൻ വിചാരിച്ചത് ആരുടെ വീടാ. ഞാൻ ഇച്ചിരി നേരം അവിടെ നിന്നു. അപ്പം എനിക്ക് പോവുകയും വേണം, മറ്റൊരു വീട്ടിൽ പോകാനാ. ഞാൻ ആ കഥകിനൊന്ന് കൊട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാവ് ഇറങ്ങി വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ ഈ മാതാവിൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ മുമ്പേ പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മാതാക്കൾ നമുക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സഭയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചു. സഭക്കാർ വിടാതിരുന്നിട്ടും അദ്ദേഹം നിർബന്ധമായി പോയി. അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് പകലിൽ ഇവിടെ വെച്ച് കാണുന്നതിന് അവസരം ലഭിച്ചതിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ മാതൃസഭയുടെ അംഗമാണ് പ്രിയ ജൂലി. ഇവിടെ വെച്ച് കാണുവാനും ഒരുമിച്ച് ആരാധിപ്പാനും അവസരം നൽകിയതിൽ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ അടുത്ത വീടുകളാണ്. അവരെ ഇരുവരെയും, ജസ്ലിനെയും ജൂലിയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജൂലിയുടെ പിതാവ് ഒരു സുവിശേഷകനാണ്. നാട് മുഴുവൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആരുമില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോയി. പണ്ടൊരു സൈക്കിളായിരുന്നു. ആ സൈക്കിളിൽ മൈക്കുമൊക്കെ വെച്ച് കെട്ടി നാടിൻ്റെ എല്ലാ ഭാഗത്തും പോകുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല സ്കൂട്ടറും ഒരു മൈക്ക് സെറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ആളുകളെ സംഘടിപ്പിച്ചും ഒറ്റയ്ക്കുമൊക്കെ പോയി കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു നല്ല സുവിശേഷകനാണ് ജൂലിയുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി സ്വർഗം അംഗീകരിച്ചത് കൊണ്ടാണ് ഇവിടെ അവർക്ക് വരാൻ ദൈവം ഒരവസരം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റൊരു നന്മയുടെ വഴി അവർക്ക് തുറന്നത് ജൂലി എന്നോട് പറഞ്ഞു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട ബ്രദർ അജു എൻ്റെ വീടിനടുത്തുള്ള, വളരെ അടുത്തുള്ള ഒരു സഹോദരനാണ്. വളരെ മാന്യമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിനും ഈ കൃപയിലേക്ക് വന്ന് കർത്താവിനെ സേവിപ്പാൻ ദൈവം അവസരം നൽകുകയും ഇവിടെ വെച്ച് കാണുവാനിടയായി. അവിചാരിതമായി 2 ആഴ്ചയ്ക്ക് മുൻപൊരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർക്കുവാനിടയായി. എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയ ജോൺസൺ ബ്രദറിനോട് ഒരുമിച്ച് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യാനിടയായി. ഞങ്ങൾ ആ യാത്രയിൽ
ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയായി. പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 51 വർഷമായി ഒരു സുവിശേഷകനായി പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഈ ദീർഘകാലങ്ങളിൽ ദൈവകൃപയിൽ നിന്ന് വീണു പോകാതെ ഇന്നയോളം നടത്തിയ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇവിടെ എന്നോട് കർത്തൃദാസൻ പറഞ്ഞു, ഡെഡിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ദൈവവചന ശുശ്രൂഷ വേണം എന്നെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സാധാരണ പോകുമ്പോൾ എൻ്റെ ഒരു ടെസ്റ്റ് മണി പറഞ്ഞ് അതെന്തുവെന്ന് ഞാൻ പറയാം. ചെറിയ നിലയിൽ ദൈവവചനം ശുശ്രൂഷിച്ചൊരു പരിചയമാണ് സാധാരണ സൺഡേയിൽ ചെയ്യാറുള്ളത്. അത് ഒരു വാക്യം വായിച്ച് അതിനെ പുരസ്കരിച്ചുകൊണ്ട് ലഭിക്കുന്ന സമയം ദൈവവചനം ശുശ്രൂഷിക്കുകയാണ് എൻ്റെ ഒരു പതിവ്. പക്ഷേ ഇന്ന് പകലിൽ കർത്തൃദാസൻ പറഞ്ഞതനുസരിച്ച് ഡെഡിക്കേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇതാണ് എൻ്റെ പ്രസംഗ ശൈലി എന്നാരും കരുതരുത്. ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, ഞാൻ ഒരിടത്ത് പോയാൽ എൻ്റെ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ആ യോഗത്തിൽ വെച്ച് കർത്താവ് സംസാരിക്കുന്നത് ആളുകൾ കേൾക്കണം, കർത്താവ് ആളുകളെ തൊടണം. ഇത് പ്രാർത്ഥിച്ച ഞാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്രതീക്ഷിതമായ ഒരു സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. വളരെ സീരിയസ് ആയ നിലയിൽ ആണ് എൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കപ്പെട്ടത്. എന്നാൽ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. 9.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു സർജറി എനിക്ക് നടത്തി. അതിഭയങ്കരമായ വേദനയിലൂടെ ഞാൻ കടന്നുപോയി. 8 മാസത്തോളം കീമോതെറാപ്പി ചെയ്തു. 27 പ്രാവശ്യം റേഡിയേഷൻ ചെയ്തു. 1 വർഷത്തോളം ഭക്ഷണം കഴിക്കാതെ, സംസാരിക്കുവാൻ കഴിയാതെ, ഉറങ്ങുവാൻ കഴിയാതെ ഞാൻ ബെഡിൽ കിടന്നു. ആ സന്ദർഭങ്ങളിൽ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എനിക്കൊരു സൗഖ്യം വേണ്ട, എന്നെ തിരിച്ചു വിളിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിലും അങ്ങനെ പറഞ്ഞു. കർത്താവ് ആ പ്രാർത്ഥന തള്ളിക്കളഞ്ഞു. ദൈവം എന്നെ സൗഖ്യമാക്കി. നിങ്ങളുടെ മധ്യത്തിൽ വരാൻ ദൈവം ഇടയാക്കി. ആ കിടക്കയിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ച് അവനോട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചു പോകും, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം, നീ സ്വർഗത്തിൽ വരണം, അവിടെ വെച്ച് നമുക്ക് കാണണം എന്ന് പറഞ്ഞ് ചുംബിച്ചു പിരിഞ്ഞു. പക്ഷേ ദൈവകൃപയാൽ ദൈവം എന്നെ സൗഖ്യമാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചിരുന്ന പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞു, ഇന്നാരും മരിച്ചു പോകും, അതിനുള്ള സമയങ്ങളായെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരാളിനെ ആ ബെറിയൽ ഗ്രൗണ്ടിൽ ശവക്കോട്ടയിൽ എനിക്കുള്ള സ്ഥലത്ത് അവിടെയുള്ള പോച്ചയും പുല്ലും ഒക്കെ പറിച്ച് ക്ലീൻ ആക്കിയിടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ ശവക്കോട്ടയിൽ പോകാൻ ദൈവം എന്നെ ഇടയാക്കിയില്ല. ലാസ്റ്റ് മൂമെൻറ്റിൽ പ്രാർത്ഥന കൊണ്ട് ദൈവം എനിക്ക് വിടുതൽ നൽകി. ചെങ്ങന്നൂരിൽ നിന്ന് അടൂരോട്ട് വരുമ്പോൾ മുളക്കഴ ചർച്ച് ഓഫ് ഗോഡ് ആസ്ഥാനത്തിൻ്റെ താഴെ അന്ന് ഒരു നല്ല ശവപ്പെട്ടി കടയുണ്ടായിരുന്നു. ചൈനീസ് ശവപ്പെട്ടിയായിരുന്നു. ഞാൻ കീമോ കഴിഞ്ഞ് ഞാനും മകനോട് വരുമ്പോൾ പറയണം, മോനെ, ഈ കടയിൽ നിന്ന് വേണം ശവപ്പെട്ടി വാങ്ങിക്കാൻ.
കുറെ വൃത്തിയുള്ള ശവപ്പെട്ടിയായിരുന്നു. അത് ഇവിടുന്ന് വേണം വാങ്ങിക്കാൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇതുവരെ വാങ്ങിക്കേണ്ടി വന്നില്ല. ഞാൻ ഒരിക്കൽ കീമോ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ എന്നെ കാണാൻ കൊട്ടാരക്കര അടൂർ നിന്ന് ചിലർ എറണാകുളത്തേക്ക് വന്നു. ചേർത്തലയ്ക്ക് മുൻപ് ഒരു ആംബുലൻസിൽ ഒരു ഡെഡ് ബോഡി പോകുന്നത് കണ്ടു. അവർക്ക് തോന്നി ഞാനാണെന്ന്. അതുകൊണ്ട് അവർ വണ്ടി തിരിച്ചു വിട്ടു. ചേർത്തലയിലെ ആ ട്രാഫിക്കിൽ ലൈറ്റിൻ്റെ അവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന്. പിന്നെ അവരെ തിരിച്ചു വന്ന് എന്നെ കാണുകയുണ്ടായി. ഇന്ന് പകലിൽ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരത്തിനും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിനാ കർത്താവ് എനിക്കൊരു സെക്കൻഡ് ലൈഫ് തന്നത്? ദൈവം എന്നോട് പറഞ്ഞു, നീ നിന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തു കൊള്ളാമെന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദൈവം പറഞ്ഞ ആ കാര്യം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ അത് പ്രതീക്ഷിച്ചായിരുന്നു എൻ്റെ ചിന്തകളൊക്കെ രൂപപ്പെട്ടു വന്നത്. പക്ഷേ ഇവിടെ ഡെഡിക്കേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പുറപ്പാട് പുസ്തകം 31 അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മതി, സമയക്കുറവ് കൊണ്ട് 5 വരെ വായിപ്പിക്കാഞ്ഞത്. ബെസലയേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവം ബെസലയേലിനെ പേര് ചൊല്ലി വിളിച്ചു. ഇന്ന് ഇവിടെ കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ നടക്കുന്നെന്ന പാസ്റ്റർ എന്നോട് നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സാക്ഷ്യത്തിലും ഒക്കെ ഞാൻ മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ നടക്കാൻ പോകുകയാണെന്ന്. പക്ഷേ ഞാനൊന്ന് തിരുത്തി പറയുന്നു, കുഞ്ഞുങ്ങളെ അല്ല പ്രതിഷ്ഠിക്കേണ്ടത്, അതിൻ്റെ മാതാപിതാക്കളാ പ്രതിഷ്ഠിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മാതാപിതാക്കൾ ഇന്ന് പകലിൽ പ്രതിഷ്ഠിക്കണം, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഉദാഹരണത്തിന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13 അധ്യായത്തിൽ അതിന് 4-5 വാക്യം വായിച്ചാൽ അതിനൊക്കെ സമയം പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. കർത്താവ് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആകയാൽ അടുത്തതാണ് പ്രസക്തമായ വാക്യം, നീ സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ നീ ഒരു മകനെ പ്രസവിക്കും, ആ മകനെ സൂക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, പിന്നെ നീ സൂക്ഷിക്കണം. ആ സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്കറിയാമല്ലോ. അവളോട് പറഞ്ഞു, നീയാണ് സൂക്ഷിക്കപ്പെടേണ്ടത്, നീ സൂക്ഷിക്കണം. അതിന്റെ 12 വാക്യത്തിൽ, അതേ അധ്യായം 12 വാക്യത്തിൽ അവര് കർത്താവിനോട് ചോദിച്ചു, അവന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ വർത്തിക്കണം? മാതാപിതാക്കള് ദൈവത്തോട് ചോദിക്കുകയാണ്, അവന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ വർത്തിക്കണം? ഈ ചോദ്യം എല്ലാ മാതാപിതാക്കളും കർത്താവിനോട് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ, ഞങ്ങളുടെ മകളുടെ കാര്യത്തിൽ, ഞങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കർത്താവ് ചോദിക്കും. അതിൻ്റെ മറുപടി അതേ അധ്യായത്തിലുണ്ട്. 13-14 വാക്യം, ഞാൻ കൽപ്പിച്ചത് ഒക്കെയും നീ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളോട് കർത്താവിന് പറയാനുള്ളത്, ദൈവം കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്യണം? നീ ആചരിക്കണം. മകന്റെ കാര്യത്തിൽ
മകളുടെ കാര്യത്തിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ ഒറ്റ ഉത്തരമേ കർത്താവിന് പറയാനുള്ളൂ: നീ ഞാൻ കൽപ്പിച്ചതുപോലെ നീ ചെയ്യണം. എന്തൊക്കെയാ കൽപ്പിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് പകലിൽ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, മക്കളെ വളർത്തേണ്ടത് ദൈവം കൽപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇന്നും എന്നും കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കുഞ്ഞുങ്ങളെ അല്ല പ്രതീക്ഷിക്കേണ്ടത്, അവരുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കപ്പെടണം. നമ്മൾ വീട് പ്രതീക്ഷിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നു, കമ്പിയും സിമെന്റും വാതിലും ജനലും എന്തോ പ്രതീക്ഷിക്കാനാ? അതിൽ പാർക്കുന്നവർ അന്ന് പ്രതീക്ഷിക്കണം. അതിൽ പാർക്കുന്നവർ ഇതൊരു ദൈവഭവനമായി അനേകർക്ക് ആശ്വാസമുണ്ടാകുവാൻ സുവിശേഷം ഇവിടെ നിന്ന് മുഴങ്ങിക്കേൾക്കാൻ ഇടയാക്കണം എന്നൊരു ഭവനത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ പ്രതിഷ്ഠാ ദിവസമോ അതിൻ്റെ മുൻപിലുള്ള ദിവസങ്ങളോ അതിൻ്റെ ഉടയവർ പ്രാർത്ഥിച്ചാൽ നിന്റെ ഭവനം ഒരു നാശത്തിന്റെ ഭവനമാകാതെ ഒരു സ്വർഗമാക്കി തീർക്കാൻ ദൈവം ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ബസലയേലിനെ ദൈവം വിളിച്ചു. എന്തിനു വേണ്ടിയാ വിളിച്ചേ? എന്തിനു വേണ്ടിയാ വിളിച്ചേ? അന്നിക്ക് ഒന്നുകൂടെ വായിച്ച ആ വാക്യം. ബസലയേലിനെ പേര് ചൊല്ലി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾക്ക് താല്പര്യമുണ്ട്, പ്രാർത്ഥനയുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വർഗം പേര് ചൊല്ലി വിളിക്കാൻ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് പ്രാർത്ഥനയുണ്ട്? മുമ്പേ ഒരു ദൈവദാസനൂടെ പറഞ്ഞു, സോറി ഞാൻ ആ പേരങ്ങ് വിട്ടുപോയി കേട്ടോ, ഒത്തിരി പ്രായമുള്ളത് കൊണ്ട് ആ പേരൂടെ പറയേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വല്ലാത്ത തലമുറയിൽ എത്ര ദൈവമക്കൾക്ക് താല്പര്യമുണ്ട് എൻ്റെ കുഞ്ഞിനെ സ്വർഗം പേര് ചൊല്ലി വിളിക്കണം? എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? നിശ്ചയമായും ദൈവം നിന്റെ മകനെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ വിളിച്ചേ കുഞ്ഞെ? ഒന്നുകൂടെ വായിച്ചേ. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. വായിച്ചു. ഞാൻ അവനെ, നിങ്ങളത് ശ്രദ്ധിച്ച്, ഞാൻ അവനെ ഈ മേൽപ്പറഞ്ഞ പണികൾ ഒക്കെ ചെയ്യാൻ ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും. ഇന്ന് പകലിൽ നിങ്ങളുടെ മക്കൾക്ക് ഇതുണ്ടാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാകട്ടെ. ദൈവം അവർക്കത് കൊടുക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ, മാനിക്കപ്പെടുന്നവരായി തീരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകം അറിയപ്പെടുന്ന സുവിശേഷകരായി തീരട്ടെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ. അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾക്ക് താല്പര്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ അപ്പനോടും അമ്മയോടും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ ബസലയേലിനെ ദൈവം വിളിച്ചത്. ആരാ ഈ ബസലയേൽ? ആരാ ഈ ബസലയേല്? ഹൂരിന്റെ മകൻ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൂരിന്റെ മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹൂരിന്റെ മകനാണ് ബസലയേൽ. ആരേ ഹൂര്? ഒരിക്കല് മോശ പർവ്വതത്തിൽ കയറി. പ്രൈസ് ദി ലോർഡ്. പർവ്വതത്തിന്റെ അടുക്കൽ വെച്ച് കത്തുന്നൊരു തീ ദർശിച്ചവൻ. പ്രൈസ് ദി ലോർഡ്.
കൂടെ കൂടെ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നൊരു പതിവുണ്ടായിരുന്നു. അവൻ അവിടെ കയറി താഴെ യോശുവ യുദ്ധം ചെയ്യുകയാ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോയത് അഹരോനും ഹൂരും കൂടെ കയറി കുറെ നേരം കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കൈ തളർന്നു. കൈ ഉയർന്നിരിക്കുന്നിടത്തോളം ദൈവജനത്തിന് വിജയമാ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഈ സഭ അനുഗ്രഹിക്കപ്പെടാൻ വിഷയം ഇവിടെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയാ. പ്രാർത്ഥന കുറഞ്ഞാൽ സഭ തകരും, പ്രാർത്ഥന കുറഞ്ഞാൽ ഭവനം തകരും, പ്രാർത്ഥന തകർന്നാൽ കുഞ്ഞുങ്ങൾ തകരും. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കൂ. അഹരോനും ഹൂരും ചെയ്തൊരു കാര്യം, അപ്പുറത്തും ഇപ്പുറത്തും 2 കല്ലുകൾ എടുത്തു വെച്ചു. അതിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ മോശയുടെ കൈ താങ്ങി. മോശയുടെ കൈ താഴാതെ പൊക്കിപ്പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. യോശുവ യുദ്ധത്തിൽ ജയിച്ചു. അവിടെ മോശ ഒരു കൊടി നാട്ടി. പ്രൈസ് ദി ലോർഡ്. വിജയം ആഘോഷിച്ചു. പ്രാർത്ഥനയിൽ ദൈവജനത്തിൻ്റെ വിജയത്തിൽ പങ്കുവഹിച്ചവനാണ് ഹൂര്. അവൻ്റെ മകനെയാ ദൈവം ഒരത്ഭുത വിഷയത്തിലൂടെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്, ദൈവം തൻ്റെ പണിക്ക് വേണ്ടി വിളിച്ചത്. മോളെ ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചേ. വിളിച്ചു. കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യാൻ, ആലയത്തിന്റെ പണിയുടെ വലിയ മനോഹരത്വം പണിഞ്ഞാൻ ദൈവം എടുത്തത് അവനെയാ. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അവിടുത്തെ സമാഗമന കൂടാരത്തിന്റെ കുറ്റി, കൊളുത്ത്, അന്താഴം, വെള്ളിച്ചുരട്, സ്വർണം ഇന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ചിലർ പറയുന്നുണ്ട് എന്തിനാണു ആ കുറ്റിയും കൊളുത്തും പറയുന്നതെന്ന്. അതൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ അതും മതി ദൈവസഭ എന്നും ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കാനും ബെസ്റ്റായി പോകാനും. ദൈവത്തിന് സ്തോത്രം. അത് പണിയാൻ ദൈവം ഈ ബസലയേലിനെ തിരഞ്ഞെടുത്തു. പൊന്ന്, വെള്ളി, താമ്രം, ഇതാരാ പണിയുന്നേ? ഇത്രയും പണിയുന്ന ആരാ? അയാളുടെ പേരെന്തുവാ? തട്ടാൻ. തട്ടാന്റെ പണി ബസലയേലിന് കൊടുത്തു. പിന്നെ രക്തം ആരാ പണിയുന്നേ? അത് ഈ തട്ടാനല്ല, അത് വേറൊരു ഗ്രൂപ്പുകാരാ. രക്തം വെട്ടി പതിപ്പാൻ. അടുത്തത് കൊത്തുപണി ചെയ്യാൻ. പിന്നെ അതായത് വേറൊരു ഭാഗം വായിക്കുമ്പോൾ 35-ാം അധ്യായത്തിന്റെ 30 വാക്യങ്ങൾ വായിച്ചാൽ മരത്തിന്റെ പണികൾ, ഈ വെള്ളിയുടെയും പൊന്നിന്റെയും പണികൾ, നൂലിന്റെ പണികൾ, രക്തത്തിന്റെ പണികൾ, ഇവയൊക്കെ ചെയ്യാൻ അവനെ ദിവ്യാത്മാവ് കൊണ്ട് നിറച്ചു. അപ്പൊ തട്ടാന്റെ പണി, ആശാരിയുടെ പണി, തയ്യക്കാരന്റെ പണി, ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒരാൾ പണിയാൻ ദൈവം അവനെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചു. ദൈവ പൈതലെ, നിന്റെ പൈതലിനെ ദൈവം വിളിച്ചാൽ, നിന്റെ മകനെ സ്വർഗം കണ്ടാൽ, സ്തോത്രം, മറ്റൊരാൾക്കും ഇല്ലാത്ത വിധത്തിൽ സ്വർഗീയ കരം അവന്റെ മേൽ വരും. അതാണ് മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ചത്. ഹന്ന പ്രാർത്ഥിച്ചു, ഒരു മകന് വേണ്ടി തിരിച്ചു ദൈവം ഒരു പ്രവാചകനെ നൽകി അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. മോശ ജനിച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന് 1 മുതൽ അവിടെ എഴുതിയിട്ടുണ്ട്. മോശ ജനിച്ചു. ആ കാലഘട്ടമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മോശ ജനിച്ചു. അവിടെ മോശ ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ അവർ കണ്ടു. എന്തായിട്ട് കണ്ടെന്ന് എഴുതിയിരിക്കുന്നേ? സൗന്ദര്യമുള്ള എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് ഒരു ഡിവൈൻ ബ്യൂട്ടി, ഒരു സ്വർഗീയ സൗന്ദര്യം. നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു സൗന്ദര്യമല്ല. ഈ അമ്മയും അപ്പനും കണ്ടത് ഒരു ഡിവൈൻ ബ്യൂട്ടി.
ആ കുഞ്ഞിന്റെ മുഖത്ത് കണ്ടു. അതെങ്കിൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ ചൈൽഡ്. പ്രോപ്പർ ചൈൽഡ് 11-ാം അധ്യായത്തിൽ എന്തുവാ പ്രോപ്പർ ചൈൽഡ്? അവർക്കറിയാമായിരുന്നു തലമുറകൾ കഴിയുമ്പോൾ ഇവിടെ നിന്നൊരു മടക്കയാത്രയുണ്ടെന്ന്. ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി അവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ കുഞ്ഞ് ജനിച്ചത്. പക്ഷേ അവരാ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവനാണ് അവൻ. ഈ യാത്ര പുറപ്പെടുവാൻ കൊണ്ടുപോകാനുള്ളവൻ ഇവനാണെന്ന് അവർക്ക് മനസ്സിലായി. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ നിന്റെ മനസ്സ് പറയണം ഇവൻ ആരായിരിക്കുമെന്നുള്ളത്. ഡോക്ടറോ എഞ്ചിനീയറോ ITA മറ്റുമാകാൻ പ്രാർത്ഥിച്ചു കൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിന്റെ മകൻ ഒരു പ്രോപ്പർ ചൈൽഡായി, ഒരു ഡിവൈൻ ബ്യൂട്ടി ഉള്ളവരായി, ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരായി തീരാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനെയാ കർത്താവിന് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആ 5 വാക്യങ്ങളിൽ മനോഹരമായ ഒരു ദൂത് പ്രസ്താവിച്ചിട്ടുണ്ട്. അവനെ എങ്ങനെ അവർ കരുതിയത്? അവരെ ദൈവത്തിന് സ്തോത്രം പ്രൊട്ടക്ഷൻ ചെയ്തു, ഒളിപ്പിച്ചു വെച്ചു. പിന്നെ അവനെ റെഡി ടു പേ, അവന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ആ ഞാങ്ങളുടെ ഇടയിൽ ഒഴുകിപ്പോകാതിരിക്കാൻ സംരക്ഷിച്ചു വെച്ചു. അവളുടെ പെങ്ങളെ അവൻ എന്താകുമെന്നറിയാൻ വാച്ച് ചെയ്യാൻ നിർത്തി. സ്തോത്രം. ഇത്രയുമേ അമ്മയപ്പന്മാർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷേ അവനെ എടുത്ത് കൊട്ടാരത്തിലെത്തിക്കുവാൻ സ്വർഗത്തിനഹിതം തോന്നിയത്, കൊട്ടാരത്തിൽ വളരുവാൻ ദൈവത്തിനഹിതം തോന്നിയത്, 600,000 പാസ്റ്ററായി തീരാൻ ദൈവം ആ പദ്ധതി ഒരുക്കിയത്. പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മക്കൾ ആരായി തീരുമെന്ന് ദൈവമാ. ഞാൻ ഒരിക്കൽ ഒരു ആരാധനയ്ക്ക് ചെന്നപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ ഗിത്താർ വായിക്കുന്നു, നന്നായിട്ട് വായിക്കുന്നു. ഞാൻ അവനെ കണ്ടു, ശ്രദ്ധിച്ചു നോക്കി. തലയിൽ കുറച്ച് മുടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിരിക്കുക. ഞാൻ പാസ്റ്ററുടെ ഞോണ്ടി ഞാൻ ചോദിച്ചു, അവൻ ഏതാ? എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്ററുടെ മോനാ. അപ്പോൾ അവൻ ഈ പരുവത്തിലാകുമെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ ചോദിച്ചു, അവനെന്തിനാ ഈ പാട്ട് പാടാൻ കയറ്റിയത്? നന്നാവുമോ എന്നറിയാനാ. ഇവിടെ ആരാധന ആളുകൾ നന്നാവോ എന്നുള്ള പരീക്ഷണശാലയല്ല. നന്നായവർ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. നിന്റെ മക്കൾ നന്നാകുമോ എന്നിരിക്കാതെ അവനെ നന്നായിട്ട് വളർത്തിയാൽ എൻ്റെ കർത്താവിന് അവൻ പ്രയോജനപ്പെടും. ഇന്ന് പകലിൽ നിന്റെ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം അവരെ പേര് ചൊല്ലി എങ്ങനെ വിളിക്കണമെന്നുള്ളത് നീയാ തീരുമാനിക്കേണ്ടത്. നിന്റെ സഭയല്ല, നിന്റെ പാസ്റ്റർ അല്ല. ഒരുപാട് പേര് പലയിടത്ത് വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവന് 2 മാസമായി പോയിട്ട് എവിടാന്നൊരു പിടിയുമില്ല. പാസ്റ്റർ അന്നേരം 4 മാസമായി പോയ ചെറുക്കൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാ 2 മാസമായ ചെറുക്കൻ്റെ കാര്യം തള്ള പറയുന്നത്. ഇന്ന് പകൽ അതെല്ലാം വിട്ടിട്ട് നീ സ്വയമായി ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഇന്നത്തെ പകൽക്കാലം ആ കുഞ്ഞുങ്ങളെ ഇവിടെ പ്രതീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മാതാപിതാക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന, യവനെ ബസലേലിനെ പോലെ നീ വിളിക്കണം, മോശയെ പോലെ നീ വിളിക്കണം. നീ ഒരു ലീഡർ അവരെ ആക്കണം. സ്തോത്രം. നിങ്ങളുടെ മക്കൾ നല്ല നിലയിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിലെല്ലാം ഉപരിയായി ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങളെ ഇവിടെ ദൈവദാസൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ, ഡോക്ടറാകാൻ, എഞ്ചിനീയറാകാൻ, UK വരാൻ, ഇംഗ്ലണ്ടിൽ വരാൻ മാത്രം ദൈവം വിളിച്ചതല്ല. അതൊക്കെ ചെയ്തു നിങ്ങളെ ഒരു സുവിശേഷകരായി ഈ പ്രദേശത്ത് കൊണ്ടുവന്നിരിക്കുക. ഇവിടുന്ന് ഒരുപാട് കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ നാട്ടിൽ വന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അവിടെയൊക്കെ എരിഞ്ഞ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവരുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ ഇടയായത് മാത്രമല്ല, കർത്താവിനെ കുറിച്ച് പറയാൻ, ഈ ദേശത്ത് ഒരു സ്വർഗീയ അഗ്നി കത്തിക്കാൻ, ഈ ദേശത്ത് ആത്മാക്കളെ നേടാൻ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ സുവിശേഷകരാ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങളുടെ വീടിനടുത്ത്
അടൂർ നിന്ന് MC റോഡിൽ നിന്ന് ഞങ്ങളുടെ റോഡ് തിരിയുമ്പോൾ പാസ്റ്റേ, ആ സിഗ്നൽ ഉണ്ടല്ലോ റൗണ്ട്, അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് നെല്ലിമൂട്ടിൽ പടിയെന്ന അജുവിനൊക്കെ അറിയാം. അവിടെ പണ്ട് കാലത്ത് ഒരു ബേബി മുതലാളി താമസിച്ചിരുന്നു. ബേബി മുതലാളി അയാൾ സ്കൂളിൽ പഠിച്ച കാലത്ത്, നമ്മുടെ നാട്ടിലെങ്കിലും കാറില്ലാത്ത കാലത്ത്, അദ്ദേഹത്തിന് ഈ മോറിസ് മൈന പണ്ടത്തെ ഒരു കാറ് ചെറുത്, അതേ അയാൾ സ്കൂളിൽ പോയ അത്ര വിധത്തിൽ വലിയ ഒരു കുടുംബക്കാരനായിരുന്നു. അദ്ദേഹം ബൈ ചാൻസിൽ ഒരു മനുഷ്യനെ കൊന്നു, പിടിക്കപ്പെടാതിരുന്നു. പോലീസ് അന്വേഷിച്ചു. അദ്ദേഹം ഈ ഓയിൽ ജുബയൊക്കെ ഇട്ട് തോളയിൽ തോർത്തൊക്കെ ഇടുന്ന ആളാ. അദ്ദേഹത്തിൻ്റെ തോർത്ത് അവിടെ വീണുപോയായിരുന്നു. അവരെടുത്തു, ആ തോർത്ത് കണ്ടു, അത് അലക്കിയ കടയുടെ പേരതിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, കരുനാപ്പള്ളി കോടതിയിൽ ഹാജരാക്കി. വാദങ്ങളെല്ലാം കേട്ട് വിധി പറയുന്ന ദിവസം ആ ജഡ്ജി ഭീകരനായ ഒരു ജഡ്ജിയാണ്. ഇയാൾക്ക് മനസ്സിലായി എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ആ കൂട്ടിൽ നിന്നുകൊണ്ട് ബേബി മുതലാളി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിൽ നിന്ന് ഒരു രക്ഷ എനിക്ക് തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിനൊരാഗ്രഹം, ബൈബിളൊന്ന് വായിച്ചാൽ കൊള്ളാം. വീട്ടുകാരോട് പറഞ്ഞു. അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ വീട്ടിലുമില്ല, ബന്ധു വീടുകളിലുമില്ല ഒരു ബൈബിൾ വായിക്കാൻ. ലാസ്റ്റിൽ എങ്ങനെയോ ഒരു പുസ്തകത്തെ ഒരു ട്രാക്റ്റിൻ്റെ ഒരു തുണ്ടുകടലാസ് ചെതലരിച്ചതിൻ്റെ ബാക്കി കിട്ടി, അതുകൊണ്ട് കൊടുത്തു. അതിൽ ബൈബിളിലെ ഗോൾഡൻ വേർഡ്സ് എന്നറിയപ്പെടുന്ന യോഹന്നാൻ 3:16 അയാൾക്ക് വായിക്കാൻ തക്കവണ്ണം ചെതലെടുക്കാതെ അതിരുന്നു. അയാളത് വായിച്ചു. ആ കൂട്ടിൽ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചെതലരിച്ച ഒരു ട്രാക്റ്റിൻ്റെ പകുതി ഒരു കൊലപാതകിക്ക് കർത്താവിനെ കണ്ടുമുട്ടാനും പിന്നെ വലിയ സാക്ഷിയായി തീരാനും കർത്താവ് ഇടയാക്കിയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെയുള്ള ഈ പോർട്ട് മൗത്തിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ചെറിയ വാക്കുകളോ, നീ കൊടുക്കുന്ന ചെറിയ ട്രാക്റ്റുകളോ, നിന്റെ ചെറിയ പ്രാർത്ഥനയോ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി ശ്രമിക്കൂ. ദൈവം അതിനുവേണ്ടി നമ്മളെ വിളിച്ചതാ. ബെസലയേലിനെ ദൈവം വിളിച്ച് ദൈവത്തിന് വേണ്ടി നിർത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നിർത്തത്തക്കവണ്ണം കർത്താവിനോട് പ്രാർത്ഥിക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവ് വിളിക്കട്ടെ, കർത്താവിന് വേണ്ടി നിലനിർത്തട്ടെ. കർത്താവിന് വരവിന് താമസമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭ സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നന്മകളും ഈ സഭയ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇനിയും പുതിയ ആളുകളെ ദൈവം തരട്ടെ എന്നാഗ്രഹിക്കുകയും പുതിയ സ്ഥലങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.